കശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരു വശത്ത് പാകിസ്ഥാൻ മന്ത്രിമാരും നേതാക്കളും ഇന്ത്യക്ക് നേർക്ക് ആണവ ആക്രമണ ഭീഷണി മുഴക്കുമ്പോൾ, മറുവശത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഭയം പാകിസ്ഥാൻ സൈന്യത്തിൽ വളരെയധികമുള്ളതിനാൽ അവിടെ രാജികളുടെ ഒരു പരമ്പര തന്നെയാണ് അരങ്ങേറുന്നത്. 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ 5000-ലധികം സൈനികർ 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുന്ന തരത്തിലാണ് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നത്. മറ്റ് നിരവധി സൈനികരും രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ രാജിപരമ്പര പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതർക്കിടയിലും പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സൈന്യത്തിന്റെ മനോവീര്യം ഗണ്യമായി തകരുമെന്ന് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം പെഷവാർ ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ ആർമിയുടെ 11ാം കോർപ്സിന്റെ ആർമി കമാൻഡർ ജനറൽ ഉമർ ബുഖാരി ആർമി ചീഫ് അസിം മുനീറിന് ഒരു കത്തെഴുതിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. 12ാം കോർപ്സിലെ സൈനികരുടെയും ഓഫീസർമാരുടെയും ദ്രുതഗതിയിലുള്ള രാജിയിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് ഈ കത്ത് സോഷ്യൽ മീഡിയയിലും വൈറലാവുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ 200-ലധികം ഓഫീസർമാരും 600 സൈനികരും അതുപോലെ തന്നെ നോർത്തേൺ കമാൻഡിലെ 100-ലധികം ഓഫീസർമാരും 500 സൈനികരും രാജിവെച്ചുവെന്നും കത്തിൽ പരാമർശമുണ്ട്. നിലവിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന LOCയിൽ 75 ഓഫീസർമാരും 500 സൈനികരും രാജിവെച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു.